ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കാനായിട്ട് 5 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 7 സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഏതാണ്ട് 50ഓളം പേർ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് രാജ്യങ്ങളിലേക്ക് വിടുന്നു. അവരവിടെ പോയി കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. എന്നിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ ഇവരെ എല്ലാം കൂടെ വിളിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ വിരുന്ന് നൽകുന്നു. ഇതിൽ ഒരു കാര്യങ്ങളും മോദി സംസാരിക്കുന്നില്ല, ഈ പോയ പ്രതിനിധി സംഘങ്ങളും സംസാരിക്കുന്നില്ല. പക്ഷേ മോദി ഓരോ അംഗങ്ങളുടെയും ടേബിളിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. ഏറ്റവും അധികം സംസാരിച്ചത് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ അടുത്താണ്. എന്നിട്ട് തരൂർ ഒരു നിർദ്ദേശം വെക്കുന്നു, ഇനിയും ഇത്തരത്തിലുള്ള പ്രതിനിധി സംഘങ്ങളെയൊക്കെ അയക്കണം. മോദി അതിനെ കേൾക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ജയറാം രമേശും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തരൂരിനെ മോദി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്? ഒപ്പം അസുദ്ദീൻ ഒവൈസി, ഒപ്പം കനിമൊഴി, നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത മോദി എതിർക്കുന്ന നേതാക്കളെയൊക്കെ തന്നെ വിദേശത്തേക്ക് അയച്ച് ഇന്ത്യക്ക് വേണ്ടി സംസാരിപ്പിക്കുന്നു. മോദി എന്ന് പറയുന്ന ലോക നേതാവിൻ്റെ ഒരു തന്ത്രം അല്ലെ തന്ത്രജ്ഞത, ഇങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കാൻ പറ്റിയതിനെ. ഇതിനെ തന്ത്രം എന്നുള്ളതിനുപരി ഞാനിതിനെ വിശേഷിപ്പിക്കുക ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, രീതിയാണ്. കാരണം ഇന്ത്യ ഇപ്പം നമുക്കറിയാമല്ലോ, മഹാഭാരതത്തിലെല്ലാം വയം പഞ്ചാധികം ശതം, പുറത്തു നിന്നൊരു ആക്രമണം ഉണ്ടായാൽ ഇവിടെ പ്രതിപക്ഷ നേതാവോ പ്രധാനമന്ത്രിയോ ഇല്ല, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഓരോ ഭാരതീയനും ചെയ്യേണ്ട കടമ തന്നെയാണ് ശ്രീ ശശി തരൂരും അതുപോലെ തന്നെ കന്യമൊഴിയും. എനിക്ക് തോന്നുന്നു താങ്കൾ സുപ്രിയ സുലെയുടെ പേര് വിട്ടുപോയതാണ്. സുപ്രിയ സുലെ അടക്കം. കാരണം അവർ ഈ പറയുന്ന കാശ്മീർ വിഷയത്തിൽ അല്പം ശക്തമായി എതിർത്തുകൊണ്ട് ആദ്യം പ്രസ്താവന ഇറക്കിയ ഒരു നേതാവ് MP ആണ്. അപ്പോൾ സുപ്രിയ അടക്കമുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നു മറ്റേ കാശ്മീരിൽ നിന്നുള്ള ആസാദ് അദ്ദേഹവും ഭാഗമായിരുന്നു, OWൈസി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനുശേഷം കാശ്മീർ മുഖ്യമന്ത്രി വളരെ ഗംഭീരമായിട്ട് ഈ പറയുന്ന വന്ദേ ഭാരതിൽ വന്നതിനെക്കുറിച്ചും അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ചും എല്ലാം നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ലോക രാജ്യങ്ങളുടെ മുൻപിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് അറിയിക്കുക, രാജ്യത്തിനകത്ത് തന്നെ ഐക്യമുണ്ടാക്കുക, ഇത്തരത്തിലുള്ള 2 കാര്യം നടന്നിട്ടുണ്ട്. ഇത് ചാണക്യൻ്റെ കാലം തൊട്ട് നടന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച, നരേന്ദ്രമോദി ഭരണത്തിൽ വന്നപ്പോൾ തൊട്ട് മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൻ്റെ, അദ്ദേഹം പിന്തുടരുന്ന ഒരു രീതിയുടെ ഒരു ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തെ അന്ന് നിരന്തരം കളിയാക്കിയിരുന്നതാണ്. അദ്ദേഹം വിദേശത്താണ് കൂടുതൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കിയതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഇന്ത്യക്ക് തന്നെയല്ലേ? അതെ. ഇപ്പോൾ പുടിനായാലും അതേപോലെ തന്നെ അമേരിക്കയിലെ ഏത് പ്രധാനമന്ത്രി വന്നാലും, അതുപോലെ തന്നെ ഇറ്റലി, ജപ്പാനൊക്കെ നമ്മുടെ ഏതാണ്ട് സഖ്യകക്ഷികളെ പോലെ തന്നെയല്ലേ പെരുമാറുന്നത്. അപ്പോൾ നയതന്ത്ര ബന്ധത്തിൽ എത്രത്തോളം ഗുണകരമാക്കി എടുക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതെ, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ബന്ധം, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു 2035, 2050, 2047 ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ലക്ഷ്യങ്ങൾ. അല്ലാണ്ട് അദ്ദേഹം ഒരു 5 വർഷത്തേക്ക് പ്രധാനമന്ത്രി ആകുന്ന ആളല്ലല്ലോ, ആകേണ്ട ആളല്ല. അപ്പോൾ അദ്ദേഹം ഒരു ലോങ് ടൈം ഗോളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇറ്റലി ആയാലും ജപ്പാനായാലും ഓസ്ട്രേലിയയിലായാലും, ഓഫ് കോഴ്സ് റഷ്യ പിന്നെ പണ്ടേ നമ്മളുടെ കൂടെയായിരുന്നു, പുടിൻ ഇപ്പം വളരെ ശക്തമായി നമുക്ക് വേണ്ടി പിന്തുണയ്ക്കുന്നു. നമ്മൾ ഇസ്രായേലോട് പിന്തുണച്ചു, അമേരിക്കയോട് പിന്തുണച്ചു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത്തരം നയതന്ത്ര യാത്രകൾ നരേന്ദ്രമോദി ആദ്യം നടത്തി ഒരു ബേസ് ഉണ്ടാക്കി വെക്കുകയും ഇപ്പോൾ ശ്രീ ശശി തരൂരിനെ പോലുള്ള ഈ വിഷയത്തിൽ ഒരുപക്ഷെ മറ്റാരേക്കാൾ ഉപരി ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഒരുപക്ഷെ ജയശങ്കർ കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഏതൊരാൾക്കാണോ പോയി മറ്റ് രാജ്യങ്ങളുമായി സംസാരിക്കാവുന്നതും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ UN എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ എന്നേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും അത്. അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈപുണ്യവും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് ഓരോ ജിയോഗ്രഫിക്കൽ കണക്ഷൻസും അതിൻ്റെ ഓരോ ബേസിക് കാര്യങ്ങളും അദ്ദേഹത്തിനെ പോലെ നന്നായിട്ട് അറിയാവുന്ന, അദ്ദേഹത്തിന് പഠിക്കേണ്ടിയും വരില്ല. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ കൺവിൻസ് ചെയ്യാനും, അവിടുത്തെ ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ്, നമുക്കറിയാമല്ലോ എങ്ങനത്തെ പൊളിറ്റീഷ്യൻസാണ്. ദേ ആർ നോട്ട് ഒരു സെക്രട്ടറി, അമേരിക്കൻ സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി എല്ലാം പൊളിറ്റീഷ്യൻസ് മാത്രമല്ല, അവർ ചിലപ്പോൾ ബ്യൂറോക്രാറ്റ്സ് ആയിരിക്കും, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ആ വിഷയത്തിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ശശി തരൂരിനെ പോലുള്ള ആൾക്കാർ തന്നെയാണ് പോകേണ്ടത്. ഇവരെല്ലാവരും പോയത് നന്നായി എന്നുള്ളതാണ് ശശി തരൂർ മുന്നോട്ട് വെച്ച പോലെ. കാരണം ഇന്ന് യുദ്ധം പാകിസ്ഥാനായിട്ട് മാത്രമായിരിക്കില്ലല്ലോ, അല്ല. അപ്പോൾ ഭാവിയിൽ ഒരു ചൈനയുമായിട്ടുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അതിനെയും നേരിടാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും റഷ്യയും ജപ്പാനും ജർമ്മനിയും ഓസ്ട്രേലിയയും ഇറ്റലിയും എല്ലാം അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ വേണം. നല്ല നയതന്ത്ര ബന്ധമുണ്ടാകണം.
അതിന് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയും ആവശ്യമാണ്. അത്തരത്തിലുള്ള യാത്രകളും ബന്ധങ്ങളും ഇന്ത്യയെ കൂടുതൽ സുദൃഢമാക്കും. അത് ഒരു യുദ്ധകാലഘട്ടത്തിൽ മാത്രമല്ല. നമുക്കിപ്പോൾ ഈ വികസനത്തിൽ എക്സ്പോർട്ട് ഓഫ് കോഴ്സ് നമുക്ക് വളരെ അത്യാവശ്യ കാര്യമാണ്. എക്സ്പോർട്ട് മാത്രമല്ല, ഇമ്പോർട്ടും നമുക്കിപ്പോഴും പല പ്രധാനപ്പെട്ട ഇപ്പോൾ ബാറ്ററിയുടെ പല കണ്ടൻറ്റും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വേണ്ടി വരില്ല. നമ്മുടെ സോഡിയം ബാറ്ററി നന്നായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിലും ചില കമ്പോണൻസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏത് കാര്യത്തിലായാലും, യുദ്ധത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും നയതന്ത്ര ബന്ധം സുദൃഢമാക്കേണ്ടത് ആവശ്യമാണ്. അത് ചാണക്യൻ്റെ പുസ്തകം തൊട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നയതന്ത്ര ബന്ധം കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു വളരെ നല്ല കാൽവയ്പ്പാണ്. ഇപ്പം ലോകരാജ്യങ്ങൾ ഇപ്പോൾ ആ രാജ്യത്തെ നേരെ ഒരു ആക്രമണം നടത്തുക, അവർക്കൊരു ഭീഷണി ഉണ്ടാവുകയും ചെയ്താൽ ആ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന നിലപാടായിരിക്കും അവിടുത്തെ പ്രതിപക്ഷത്തിൽ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് നീ പോയി അടിക്കണമെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെയുള്ളൊരു തന്ത്രത്തിലേക്ക്, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യൻ ഭരണകൂടത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇനി പ്രതിപക്ഷം ഇല്ല, നമ്മളെല്ലാം ഒന്നാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ വികാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ആശയം കൃത്യമായിട്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പോഴും ഇതുപോലെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള, ജയറാം രമേശിനെ പോലെയുള്ള ചില കുഴിത്തുരുമ്പുകളില്ലേ? നമുക്കതിനെ അതിജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അത് അവരുടെ പാർലമെൻറ്റിലെ നില തന്നെ കാണിക്കുന്നുണ്ട്, അവരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ അത്ഭുതകരമായ ചില പാർട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പം അവരുടെ ഒപ്പം നിൽക്കുന്ന NCP ആയാലും OIC ആയാലും അതുപോലെ തന്നെ ഈ കന്നിമൊഴി ഈ പറയുന്ന അല്പമൊക്കെ BJPയെ സനാതന ധർമ്മത്തെ വരെ എതിർത്തിരുന്ന ആളുകൾ പോലും ഈ കാര്യത്തിൽ നമ്മളുടെ കൂടെ എത്തി, അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് ഒരു ശുഭോർക്ക കാര്യമാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് അത് ഭാവിയിലും അത് ഉണ്ടാവുമെന്ന് തന്നെയാണ്. എന്തിനു പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രസ്താവനകളാണ് യുദ്ധത്തെക്കുറിച്ചുണ്ടായത്. 1-2 നേതാക്കൾ മാത്രമാണ് തിരിച്ചു പറഞ്ഞത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന അപൂർവം കുറച്ച് നേതാക്കൾ, ആ കുടുംബവും കുടുംബത്തിൻ്റെ നേതാക്കൾ, അവരെ സംബന്ധിച്ചാൽ നമുക്കറിയാം അവർക്ക് ചൈനീസ് രാജ്യത്തിൻ്റെ തന്നെ പിന്തുണയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ പല പണവും, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കിട്ടിയ പണം, അവർക്ക് ഇടയ്ക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ, ഇതെല്ലാം സമൂഹത്തിൽ ഈ പറയുന്ന മാധ്യമങ്ങളിൽ വന്നതാണ്. അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ പിന്തുണ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പിന്തുണ, സോറോസിൻ്റെ പിന്തുണ, റോക്ക് ഫീൽഡിൻ്റെ പിന്തുണ, ഇവിടെ പല കോൺഗ്രസ് നേതാക്കളും അവരുടെ ഫണ്ട് മേടിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞൂടെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഇന്ത്യൻ ജനതയുടെ ആരോഗ്യത്തെ തകർക്കാൻ വരെ ഇവർ ശ്രമിച്ചില്ലേ ആ പണം വെച്ചുകൊണ്ട്. ഞാനൊരു സൂചന തരാം. കോവിഡ് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് ശക്തമായൊരു വാദം രാഹുൽ ഗാന്ധി ആ കാലഘട്ടത്തിൽ ഒരു 8 പ്രാവശ്യമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചപ്പോൾ അത് പറ്റില്ലെന്നും വിദേശത്തുനിന്ന്, ആ കമ്പനിയുടെ പേര് ഒരു ജർമ്മൻ കമ്പനി, എന്നിട്ടത് ഇപ്പോൾ അത് നിരോധിച്ചു, ആ മരുന്ന് മോശമാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു 140 കോടി ജനങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മിനിമം ഒരു 10 കോടിയെങ്കിലും ഇമ്പോർട്ട് ചെയ്താൽ അതിന് പറയുന്ന ലാഭം 1250 രൂപയ്ക്കാണ് അതിൻ്റെ കോസ്റ്റ് ആയിരുന്നത്. ഒരു 250 രൂപ ഇട്ട് കഴിഞ്ഞാൽ എത്ര കോടിയായി? അതെ. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഒരാളെടുത്തിട്ട്, ആരായിരിക്കും അറിയാലോ, മരുമോൻ, അവിടെ മരുമോനുണ്ടല്ലോ, അവിടെ ഒരു മരുമോനുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഈ പറയുന്ന ആരോഗ്യം പോലുമല്ല, മറിച്ച് മറ്റു വിദേശ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന മരുന്നുകൾ വിൽക്കുവാൻ, അതിന് നമ്മളുടെ ക്വാളിറ്റി ടെസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണങ്ങളോ ഇല്ലാതെ തന്നെ അത് പെട്ടെന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന രീതി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ത്യയിലെ മരുന്ന് കച്ചവടത്തിൽ പോലും ഈ പറയുന്ന തൻ്റെ ലാഭം, കച്ചവടക്കണ്ണ് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലും നമുക്കറിയാം, ഈ പറയുന്ന ഡസോൾട്ടിൻ്റെ റഫാൽ വാങ്ങിക്കാൻ എത്രത്തോളം കോടതി വരെ പോയി തകർക്കാൻ നോക്കി ഇല്ലേ? അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാം തകർക്കാൻ നോക്കി. റഷ്യയുമായിട്ടുള്ള S-400 മേടിക്കുമ്പോൾ തകർക്കാൻ നോക്കി. ഇത്തരത്തിൽ ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ആയുധ വ്യാപാരത്തെ, പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യ മേടിക്കുമ്പോൾ ഇന്ത്യനൈസ്ഡ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ ഇവർക്കെല്ലാം വ്യക്തമായ താല്പര്യങ്ങളുണ്ട്. അത് കച്ചവട താല്പര്യം തന്നെയാണ്, ഇന്ത്യയെ തകർക്കുക എന്നുള്ള താല്പര്യമാണ്. അതിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ശശി തരൂരെ പോലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ശശി തരൂരിനെ ഈ ഡെലിഗേറ്റ് സംഘം തിരിച്ചെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ മോദി തയ്യാറായെന്ന് പറയുമ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു സുപ്രധാന പദവി വേണം തരൂരിനെ ഏൽപ്പിക്കുക. കാരണം മീഡിയ പെട്ടെന്ന് ഓടി ചെന്നിട്ട് ചോദിക്കുന്നു എന്താ മോദി പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു വാം സ്വീകരണമാണ് നൽകിയത്, വളരെയധികം പോസിറ്റീവായിട്ട് കാര്യങ്ങളെടുത്തു, പുകഴ്ത്തുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി പല തവണയായിട്ട് തരൂർ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ പുകഴ്ത്തുകയാണ്. അപ്പോൾ അതിനകത്തൊരു കോൺഗ്രസിൻ്റെ ഭീഷണി അപകടമൊക്കെ മുന്നിൽ കാണുകയും കൂടെ ചെയ്യണ്ടേ? അതോ തരൂരിനെ മോദി വളർത്തുമോ? എന്തായിരിക്കും? അല്ല, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്, ഒരു സംശയമില്ല. അദ്ദേഹത്തോട് രാഷ്ട്രീയമായ പല എതിർപ്പുകളും മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ ഏറിയ പങ്കും അദ്ദേഹം ചെലവഴിച്ചത് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിലൂടെയാണ്. 2, അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈപുണ്യം. അദ്ദേഹത്തിന് മറ്റു ഭാഷകൾ സംസാരിക്കാൻ അറിയാം, അവിടെ പോയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഭാഷകൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാലോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി, പ്രത്യേകിച്ച് അമേരിക്കൻ ഒരു ലാംഗ്വേജ് മാറത്തൊരു ടോണും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള, കൊളംബിയ, അമേരിക്ക, അദ്ദേഹം പോയ രാജ്യങ്ങളൊന്നും അത്ര ഈസിയായിട്ട് കീഴടക്കാൻ പറ്റുന്ന രാജ്യങ്ങളായിരുന്നില്ല. ആദ്യം കൊളംബിയ നമ്മളെ നമ്മൾ കൺവിൻസ് ചെയ്താണ്. അതിലെല്ലാം ശശി തരൂരിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ കൺവിൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എല്ലാം കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരുമായിട്ട് നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന അവരുടെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു കെമിസ്ട്രി, അത് വളരെ രസകരമായിരുന്നു. കഴിവുകളെ അന്യോന്യം അംഗീകരിക്കാൻ. പിന്നെ ശശി തരൂരിനെ നമ്മൾ ഒരു കാര്യം ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടത്, യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. അത് AK ആൻ്റണി അങ്ങനെയായിരുന്നു കേട്ടോ. AK ആൻ്റണി, ഞാൻ ഫസ്റ്റ് ഏഷ്യാനെറ്റിലെ AK ആൻ്റണിയുടെ ഒരു കാണുന്നത്, അദ്ദേഹം പറഞ്ഞത്, ഇത് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ 10 വർഷം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, ഇത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണ ഇല്ലാതെ ഇവരിങ്ങനെ ചെയ്യില്ല, ഇത് സൈന്യത്തിൻ്റെ ആക്രമണം തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു. ഓർമ്മിക്കണം, കഴിഞ്ഞ പലതവണയും ഇന്ത്യയിൽ അറ്റാക്ക് നടത്തിയത് പാകിസ്ഥാനാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതാക്കളുടെ CWCയിലുള്ള ആളാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻ്റണിയെ അടുപ്പിക്കുന്നില്ല. ഇല്ല ആൻ്റണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാലഘട്ടം മാറിയപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, ഈ യുദ്ധം കൊണ്ട് എന്ത് നഷ്ടം നമുക്കുണ്ടാവും, നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്, ഇങ്ങനെയും നേരിടാൻ പറ്റും, സാമ്പത്തികമായും അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയും എക്കണോമിക്കൽ സാങ്ഷൻസൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടും തിരിച്ച് പ്രത്യാക്രമണം യുദ്ധതന്ത്രങ്ങൾ കൊണ്ടും നമ്മൾ നേരിടാൻ പറ്റുന്ന വെച്ചു. അതിനുശേഷം ഈ മറ്റ് രാജ്യങ്ങളെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് അറിയിക്കുവാനും നമ്മളുടെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് അവരെ മനസ്സിലാക്കുവാനും, നമുക്ക് ഇത്തരത്തിൽ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതല്ല, പക്ഷേ തീവ്രവാദം അത് നിർത്തണമെന്ന് പറയാൻ വളരെ നല്ല ഒരു രീതിയാണ് ഇത്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി സബ്കെ സാത്ത് എന്നുള്ള നരേന്ദ്രമോദിയുടെ ഒരു രീതി, അത് മറ്റു പ്രതിപക്ഷങ്ങളെ കൂടെ കണക്കിലെടുത്തു. അതുകൊണ്ടാണ് നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കനിമൊഴി, സുപ്രിയ സുലെ, അസുദ്ദീൻ ഒവൈസി, ഇതല്ലേ നാനാത്വത്തിൽ ഏകത്വം, ഇതല്ലേ മഹത്തായ ഇന്ത്യ, ഇതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വയം പഞ്ചാധികം ശതം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞ ആ മഹത്തായ ഒരു ഭാരതീയ പൈതൃകം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ, എന്ത് പാകിസ്ഥാൻ, എന്ത് ചൈന, നമുക്കിപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ GDPയിൽ നമ്മൾ ഉടനെ 3-ാം സ്ഥാനത്തെത്തും, ജർമ്മനിയും ഓവർടേക്ക് ചെയ്തെത്തും. ആദ്യം വൈകാതെ നമുക്ക് 1-ാം സ്ഥാനത്ത് കൂടെ എത്താൻ പറ്റും. ഭാരതമാതാവ് കാവിക്കൊടി പിടിച്ച് തന്നെ നമ്മളുടെ എല്ലാം ഹൃദയത്തിലുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇനിയൊരു പ്രതിപക്ഷമില്ല, നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചുകൊണ്ട് മുന്നേറുമെന്ന് ഈ പ്രതിനിധി സംഘം തെളിയിച്ചു. ഒരു സംശയവുമില്ല. മറ്റ് രാജ്യങ്ങൾ നമ്മളെ ആക്രമിച്ചാൽ ഒരാളെ പോലും ഇവിടെ നിന്ന് കിട്ടില്ല കൂടെ നിൽക്കാൻ, ഒരു 5-ാം പത്തി ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം. അതേ രീതിയിലായിരുന്നു ശശി തരൂരിൻ്റെയും അതുപോലെ തന്നെ DMKയിലെ കന്നിമൊഴിയുടെയും OYCയുടെയും. പ്രത്യേകിച്ച് നമ്മളെല്ലാം സംശയത്തോടെ കണ്ട OYC, എന്തിന് ബ്രിട്ടാസ് വരെ, അതെ ബ്രിട്ടാസ് വരെ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാകുന്നത്. അതേ പറ്റുള്ളൂ. അതാണ് ഭാരതം ആഗ്രഹിക്കുന്നത്, അതാണ് ഈ കാലഘട്ടം ആഗ്രഹിക്കുന്നത്, അതാണ് ഈ ചരിത്രപരമായ ദൗത്യം അവർ നന്നായിട്ട് ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.